കോഴിക്കോട് പാളയത്തെ വസ്ത്രവ്യാപാര സ്ഥാപനമായ ജയലക്ഷ്മി സിൽക്സിലുണ്ടായ തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്തുന്നതിനും നഷ്ടം കണക്കാക്കുന്നതിനുമായുള്ള പരിശോധന ആരംഭിച്ചു. ജില്ലാ ഫയർ ഓഫീസർ പരിശോധന നടത്തുന്നു. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഈ ഒരു ജയലക്ഷ്മി സിൽക്സിൽ ഇപ്പോൾ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കോഴിക്കോട് പാളയത്തെ ജയലക്ഷ്മി സിൽക്സിൽ ഉണ്ടായ തീപിടുത്തത്തിന്റെ കാരണവും നഷ്ടത്തിന്റെ വ്യാപ്തിയും അളക്കാനുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത്. ജില്ലാ ഫയർ ഓഫീസർ AM അഷ്റഫ് അലിയാണ് ഇവിടെ പ്രധാനമായും പരിശോധന നടത്തുന്നത്. അതിനു മുന്നോടിയായി രാവിലെ KSEB അധികൃതർ വന്ന് പരിശോധന നടത്തുകയും വൈദ്യുതി ഉൾപ്പെടെ പൂർണ്ണമായും ഓഫ് ചെയ്യുകയും ചെയ്തിരുന്നു. വൈദ്യുതിയുടെ ഓരോ കണക്ഷനും എല്ലാം തന്നെ പൂർണ്ണമായും ഇത് വിച്ഛേദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ മറ്റ് നവീകരണം അടക്കമുള്ള പരിപാടികളിലേക്ക് നീങ്ങണം. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ഉടൻ തന്നെ പരിശോധന നടത്തും. അതിനായി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അധികൃതരും വൈകാതെ തന്നെ ഇവിടേക്ക് എത്തുമെന്നുള്ള വിവരമാണ് അധികൃതർ നൽകുന്നത്. ഒപ്പം തന്നെ വ്യാപാരി നേതാക്കൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും വ്യാപാരി വ്യവസായി സമിതിയുടെയും നേതാക്കൾ ഈ സംഭവ സ്ഥലം സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ജയലക്ഷ്മി സിൽക്സിൽ 2023 ഏപ്രിൽ 1 തീപിടുത്തം ഉണ്ടായിരുന്നെങ്കിലും അതിനേക്കാൾ ഇരട്ടി വ്യാപ്തിയാണ് ഇത്തവണത്തെ തീപിടുത്തത്തിന് ഉണ്ടായിരിക്കുന്നത്. 4 നിലകളിലായി 10,000 ചതുരശ്ര അടിയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ 2, 3, 4 നിലകൾ പൂർണ്ണമായും കത്തിനശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ ഉടമകൾ, ഇത് കമ്മത്ത് സഹോദരങ്ങളായിട്ടുള്ള ഗോവിന്ദരാജ് കമ്മത്തും ഒപ്പം തന്നെ നാരായണ കമ്മത്തും ഒക്കെയാണ് ഇതിന്റെ ഉടമകൾ. അവർ ഇത്തവണ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവർ ഇവിടെ ഈ കഴിഞ്ഞ തവണത്തെ തീപിടുത്തം ഉണ്ടായപ്പോൾ പോലും അവർ മറ്റു കാര്യങ്ങൾ അവിടെ നിയന്ത്രിക്കുകയായിരുന്നു. കാരണം ഈ തീപിടുത്തത്തിന്റെ വ്യാപ്തി അത്രത്തോളം വലുതായത് കൊണ്ടാണ് ഉടമകൾ തന്നെ നേരിട്ട് എത്തിയത്. അതിൽ ഗോവിന്ദ കമ്മത്ത് പറഞ്ഞ ഒരു കാര്യം 95% സ്റ്റോക്കുകളും കത്തി നശിച്ചു എന്നുള്ളതാണ് ഗോവിന്ദ കമ്മത്ത് പറഞ്ഞത്. ഒപ്പം തന്നെ തീ പടർന്നത് 2ാം നിലയിലെ സ്റ്റോക്ക് റൂമിൽ നിന്നാണ്. 1ാം നിലയിൽ നിന്നാണ് തീ പടർന്നതെന്ന് ജീവനക്കാർ തെറ്റിദ്ധരിച്ചു. ആ ഭാഗം മാത്രം പരിശോധന നടത്തുന്നതിനിടെ 2ാം നിലയിൽ തീ ആളിപ്പടരുകയും ചെയ്തു. ഷോർട്ട് സർക്യൂട്ട് ആകാമെന്നാണ് നിഗമനം എന്ന് പറയുന്നു. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ഉടമകൾ ആവശ്യപ്പെടുന്നുണ്ട്. 2023 ഉണ്ടായതിനേക്കാൾ 3 ഇരട്ടി നഷ്ടമുണ്ടായി. അന്നുണ്ടായത് 12 കോടി രൂപയുടെ നഷ്ടമാണ്. ജീവനക്കാരെ മറ്റു കടകളിലേക്ക് വിന്യസിക്കുമെന്നും ഒപ്പം തന്നെ ജീവനക്കാർക്ക് ഇതിന്റെ ഒരു നവീകരണം പൂർത്തിയാകുന്നതുവരെയുള്ള ശമ്പളം കൃത്യമായി നൽകുമെന്നും ഉടമകൾ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ തീപിടുത്തം ഉണ്ടായപ്പോൾ അഗ്നിരക്ഷാസേന നൽകിയ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കൃത്യമായി പാലിച്ചിരുന്നുവെന്നും ഉടമകൾ പറയുന്നുണ്ട്. ഫയർ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ എന്നിട്ടും വലിയൊരു തീപിടുത്തമാണ് ഉണ്ടായത്. ഈ സീസൺ ലക്ഷ്യമിട്ട് ഇറക്കിയ സ്റ്റോക്കുകളിൽ 95% കത്തിനശിച്ചു. പ്രത്യേകിച്ച് ഇനി വരാനിരിക്കുന്നത് റംസാൻ, വിഷു, ഈസ്റ്റർ ഒപ്പം തന്നെ വിവാഹ സീസണുകളുടെ വലിയൊരു സാധാരണ വസ്ത്ര വ്യാപാരികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീസണാണ് ഈ വരുന്ന വേനലവധിയും റംസാനും ഈ വിഷുവും ഈസ്റ്ററും ഒക്കെ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വിവാഹ സീസണും കൂടിയാണ്. ആ സീസണുകളിലെല്ലാം ലക്ഷ്യമിട്ട് ഇറക്കിയ സ്റ്റോക്കുകളുടെ 95% കത്തിനശിച്ചു എന്നുള്ളതാണ് ഗോവിന്ദ കമ്മത്ത് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു നഷ്ടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. വ്യാപാരി നേതാക്കളടക്കം ഈ സംഭവ സ്ഥലം സന്ദർശിച്ച് അവർ കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. ശരി, കോഴിക്കോട് പാളയത്തെ വസ്ത്രവ്യാപാര സ്ഥാപനമായ ജയലക്ഷ്മി സിൽക്സിലുണ്ടായ തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്തുന്നതിനും നഷ്ടം കണക്കാക്കുന്നതിനുമായുള്ള പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. ജില്ലാ ഫയർ ഓഫീസർ പരിശോധന നടത്തുന്നു. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്. ജയലക്ഷ്മി സിൽക്സിൽ തീ പടർന്നത് 2ാം നിലയിലെ സ്റ്റോക്ക് റൂമിൽ നിന്നാണെന്ന് ജയലക്ഷ്മി സിൽക്സ് ഉടമ ഗോവിന്ദ കമ്മത്ത്. 1ാം നിലയിൽ നിന്നാണ് തീ പടർന്നതെന്ന് ജീവനക്കാർ തെറ്റിദ്ധരിച്ചു. ആ ഭാഗം മാത്രം പരിശോധന നടത്തുന്നതിനിടെ 2ാം നിലയിൽ തീ ആളിപ്പടർന്നു. ഷോർട്ട് സർക്യൂട്ട് ആകാമെന്ന നിഗമനമെന്നും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു. 2023 ഉണ്ടായതിനേക്കാൾ 3 ഇരട്ടി നഷ്ടം ഇത്തവണ ഉണ്ടായി. അന്നുണ്ടായത് 12 കോടി രൂപയുടെ നഷ്ടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസമാണ് പാളയത്തെ ജയലക്ഷ്മി സിൽക്സ് ഷോറൂമിൽ വൈകുന്നേരം 6 മണിയോടെ വൻ തീപിടുത്തമുണ്ടായത്. കെട്ടിടത്തിന്റെ 2ാം നിലയിൽ നിന്ന് ആരംഭിച്ച തീ നിമിഷങ്ങൾക്കുള്ളിൽ 3, 4 നിലകളിലേക്ക് പടരുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ
തീപിടുത്തത്തിൽ ജയലക്ഷ്മി സിൽക്സിലുണ്ടായ തീപിടുത്തത്തിൽ ഇപ്പോൾ ജയലക്ഷ്മി സിൽക്സിന്റെ ഉടമ ഗോവിന്ദ കമ്മത്തിന്റെ പ്രതികരണമാണ് പുറത്തുവരുന്നത്. ജയലക്ഷ്മി സിൽക്സിൽ തീ പടർന്നത് 2ാം നിലയിലെ സ്റ്റോക്ക് റൂമിൽ നിന്നെന്നാണ് ഗോവിന്ദ കമ്മത്ത് പറയുന്നത്. 1ാം നിലയിൽ നിന്നാണ് തീ പടർന്നതെന്ന് ജീവനക്കാർ തെറ്റിദ്ധരിച്ചുവെന്നും ആ ഭാഗം മാത്രം പരിശോധന നടത്തുന്നതിനിടെ 2ാം നിലയിൽ തീ ആളിപ്പടരുകയായിരുന്നുവെന്നും ഷോർട്ട് സർക്യൂട്ട് ആകാമെന്നാണ് നിഗമനമെന്നും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം തന്നെ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. 2023 ഉണ്ടായതിനേക്കാൾ 3 ഇരട്ടി നഷ്ടമാണ് ഇത്തവണ ഉണ്ടായത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അന്ന് 12 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ ബാറുകളുടെ സമയപരിധി 12 മണിവരെ നീട്ടിയതിൽ സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ. തീരുമാനം പിൻവലിക്കണമെന്ന് ഓർത്തഡോക്സ് സഭ സെക്രട്ടറി ബിജു ഉമ്മൻ ആവശ്യപ്പെട്ടു. ബാറിൽ കിടന്ന് ഉറങ്ങണമെന്നാണോ സർക്കാർ പറയുന്നത്? നയം കേരളത്തിന്റെ സംസ്കാരത്തിന് ചേർന്നതല്ല. ബാർ മുതലാളിമാർക്ക് വേണ്ടി തലമുറയെ നശിപ്പിച്ചിട്ട് വേണോ ഖജനാവ് വീർപ്പിക്കാനെന്നും ബിജു ഉമ്മൻ ചോദിച്ചു. സംസ്ഥാനത്തെ ബാറുകളുടെ സമയപരിധി 12 മണിവരെ നീട്ടിയതിൽ ഇപ്പോൾ സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ രംഗത്തെത്തിയിരിക്കുകയാണ്. തീരുമാനം പിൻവലിക്കണമെന്ന് ഓർത്തഡോക്സ് സഭ സെക്രട്ടറി ബിജു ഉമ്മൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ബാറിൽ കിടന്ന് ഉറങ്ങണമെന്നാണോ സർക്കാർ പറയുന്നതെന്നും നയം കേരളത്തിന്റെ സംസ്കാരത്തിന് ചേർന്നതല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ബാർ മുതലാളിമാർക്ക് വേണ്ടി തലമുറയെ നശിപ്പിക്കുന്നുവെന്നും തലമുറയെ നശിപ്പിച്ചിട്ട് വേണോ ഖജനാവ് വീർപ്പിക്കാനെന്നും ബിജു ഉമ്മൻ ചോദിച്ചു.